എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പേഴ്സണൽ അല്ലാത്ത നമ്മുടെ ഡിവൈസോ മൊബൈൽ എന്ത് തന്നെയാവട്ടെ, ഇതൊക്കെ നമ്മൾ പാസ്വേഡ് സേവ് ചെയ്ത് വയ്ക്കും. ഈ പാസ്വേഡ് സേവ് ചെയ്ത് വയ്ക്കുന്നത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു, നമുക്കത് കണ്ടുപിടിക്കാനുള്ള എന്താണ് മാർഗം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെബ് ബ്രൗസറിൽ ഞാൻ എൻ്റെ പാസ്വേഡ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. ഇത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതല്ലാതെ തന്നെ ഇവിടെ ഷോ പാസ്വേഡ് ഉണ്ട്, അതടിച്ചാലും കിട്ടും. ഇതല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് ഈ ഓപ്ഷൻ. ഇതുകൊണ്ട് ഷോ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാസ്വേഡ് നമുക്ക് ഷോ ആയി കാട്ടും. പക്ഷേ ചില സൈറ്റുകളിൽ ഈ ഷോ പാസ്വേഡ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് പാസ്വേഡ് പഠിച്ചു കൊടുക്കുകയാണ്. ഈ സ്റ്റാർ എന്നുള്ള ആസ്ട്രിക് സൈൻ നമുക്ക് ഇങ്ങനെ ഒരു പാസ്വേഡ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ബ്രൗസറിൽ പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എലമെൻറ്റ് എടുക്കുക. ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ ഇൻപുട്ട് ടൈപ്പ് വന്നിട്ട് പാസ്വേഡ് എന്ന ഭാഗം കാണും. ഈ പാസ്വേഡ് മാറ്റി അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എന്നുള്ള TEXT എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും അടിച്ച് പാസ്വേഡ് കാണാനായി പറ്റും. അപ്പോൾ നമ്മൾ ഷോ പാസ്വേഡ് കൊടുക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഷോ പാസ്വേഡ് ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ ഏതൊരു ബ്രൗസറിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുത്ത് ഇൻസ്പെക്ട് എടുത്തതിന് ശേഷം അവിടെ നമ്മൾ ടെക്സ്റ്റ് എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാസ്വേഡും ഷോ ആയി കിട്ടും. സെറ്റിങ്സിൽ ഓൾറെഡി ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എല്ലാവരും ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. സേവ് ചെയ്ത് വെക്കുമ്പോഴും എന്താണെങ്കിൽ തന്നെ നമ്മൾ പേഴ്സണൽ ഡിവൈസ് സേവ് ചെയ്ത് വെക്കുമ്പോൾ മറ്റൊരാൾ കണ്ട് ഇതിൽ നിന്നും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡൊക്കെ എല്ലാ പാസ്വേഡും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം കൂടുമ്പോൾ മാറ്റുന്നതൊക്കെ എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ടിപ്പാണ്. ഈ ഒരു ചെറിയ ടിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, താങ്ക് യു.